ഇന്ന് നമ്മൾ യാത്ര തിരിച്ചത് രാമേശ്വരത്തേക്കാണ്. വണ്ടി നേരെ പാമ്പൻ പാലം എത്തിയപ്പോഴത്തേക്ക് സൈഡാക്കിയിട്ട് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടി ഞാൻ നേരെ പാലത്തിന് സൈഡിലേക്ക് നീങ്ങി. എത്ര മനോഹരമായ കാഴ്ചകളാണ് നോക്കിക്കേ. ഒരുപാട് കുഞ്ഞു 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 വള്ളങ്ങൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ചിലരൊക്കെ ഇതാ അവരുടെ ജോലി തേടിയുള്ള യാത്രയിലാണ് വള്ളത്തേൽ. എന്നെപ്പോലെ തന്നെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ ഒരുപാട് ആളുകൾ ഈ പാലത്തിന് മുകളിലുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് ബസ് അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ ചീറിപ്പാ ഞങ്ങളുടെ ഇതിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശബ്ദത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം നല്ല ഹോണൊക്കെ മുഴക്കിയാണ് വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ കാഴ്ച. എന്ത് രസമാണെന്നറിയോ? വിശാലമായ പാലം, ഒപ്പം തന്നെ വിശാലമായ കാഴ്ചകൾ. നമ്മുടെ ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതേ നോക്കിയ ട്രാവലറൊക്കെ സൈഡാക്കി ഇട്ടിട്ട് അതിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങി ഈ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാനും ഒപ്പം തന്നെ ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഈ പാമ്പൻ പാലത്തിന് മുകളിലുണ്ട് കേട്ടോ. നമ്മുടെ പാമ്പൻ പാലത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 1964 ഇവിടെ ഒരു ചുഴലിക്കാറ്റുണ്ടായി. അന്ന് നമ്മുടെ ഈ പാലം മൊത്തത്തിൽ തകർന്നു പോയി. അതിനുശേഷം 1988 നമ്മുടെ മെട്രോമാനായ ശ്രീധരൻ സാർ ഇത് ഒന്ന് അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തിട്ട് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഇത് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ കുറച്ചുകൂടി അടിപൊളിയാക്കി ഉഷാറാക്കി എടുത്തിട്ട് കുറേ മാറ്റങ്ങളൊക്കെ ഭംഗി ഒക്കെ ചേർത്ത് ഇണക്കി നമ്മുടെ കൗതുകകരമായ കാഴ്ചകളൊക്കെ നൽകിക്കൊണ്ട് പാലത്തിൻ്റെ ഷേപ്പിലൊക്കെ ഒരു വലിയൊരു ഭംഗിയുണ്ട് കേട്ടോ. അതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇത് നമുക്ക് നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ നോക്ക് വലിയൊരു റെയിൽവേ പാലം കാണും. അപ്പം ഈ പാലം എന്ന് പറയുന്നത് വലിയ വലിയ കപ്പലുകൾ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഇത് രണ്ടായിട്ട് മുറിഞ്ഞു മുകളിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മുടെ തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തേക്ക് പോകുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞ ആ പാലം നിറയുന്ന കാഴ്ചയും വരുന്ന കാഴ്ചയും ഒപ്പം തന്നെ വലിയ കപ്പൽ പോകുമ്പോൾ നമ്മുടെ പാലം വീണ്ടും ഒന്നാവുന്ന കാഴ്ചയും ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണിക്കും. ബൈ ബൈ.